ഇന്ന് നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഒരു സ്വാഗതം ചെയ്യുന്നു. ഒരു കേക്ക് ഉണ്ടാക്കുന്നതിന് അതിൻ്റെ റെസിപ്പി അതുണ്ടാക്കുന്ന രീതിയും കാണിക്കാമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ വേണ്ട സാധനങ്ങളാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതായത് 3 കപ്പ് മൈദമാവ്, അതിന് 3/4 കപ്പ് യോഗട്ട്, 3/4 കപ്പ് വാം മിൽക്ക്, പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ ഉരുക്കിയ നെയ്യ്, ബട്ടർ ഉരുക്കിയെടുത്തത് മതി. പിന്നെ 1/4 സ്പൂൺ ഉപ്പ്, 1/4 സ്പൂൺ ഈസ്റ്റ്, 3 സ്പൂൺ പഞ്ചസാര. ഇത്രയും സാധനങ്ങളാണ് ഇതിനുപയോഗിക്കുന്നത്. അത്രയും മതി. അത് ഹാമിൽട്ടൺ ബീച്ച് എന്ന് പറയുന്ന ഒരു മെഷീനുണ്ട്. ആ മെഷീനിലേക്ക് നമ്മൾ ഇത്രയും സാധനങ്ങൾ ഒന്നിച്ച് ചേർത്ത്, അതായത് ലിക്വിഡ് ഫോമിലുള്ള കാര്യങ്ങൾ, തൈര്, വാം മിൽക്ക്, തൈരെന്ന് പറഞ്ഞാൽ യോഗട്ട്, വാങ്ങിക്കാൻ കിട്ടും യോഗട്ട്, അത്, പാല് 3/4 കപ്പ്, നെയ്യെന്ന് പറഞ്ഞാൽ ഉരുക്കിയ നെയ്യ് 4 ടേബിൾ സ്പൂൺ. ഇത്രയും ആദ്യം ഒഴിക്കുക. അതിനുശേഷം നമ്മൾ 3 കപ്പ് മൈദമാവ്, ഓൾ പർപ്പസ് ഫ്ലവർ, 3 കപ്പ് മൈദമാവ് അതിലേക്ക് ഒരു പാത്രത്തിലെടുക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ ഈസ്റ്റ്, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചെയ്ത് മിക്സ് ചെയ്ത് വെക്കുക. മിക്സ് ചെയ്തിട്ട് ഈ പാത്രത്തിനകത്തേക്ക് ഓരോന്നായിട്ട് ഒഴിക്കുക. അതായത് അത് യോഗട്ട്, പിന്നെ വാം മിൽക്ക്, അതിനുശേഷം നമ്മൾ ഉരുക്കിയ നെയ്യ്, ബട്ടർ ഉരുക്കിയ നെയ്യ് 4 സ്പൂൺ, അതും ചേർക്കുക. അതിനുശേഷമാണ് മാവ് സോളിഡ് ആയിട്ടുള്ള അത് അതിൻ്റെ മുകളിലായിട്ട് ഇടുക. മാവ് 3 കപ്പ് ഇടുക. അതിനുശേഷം ഈ പാത്രം മെഷീനിലേക്ക് വെക്കാനുള്ളതായിട്ടുള്ള ഈ പാത്രം, അത് മെഷീന് ഹാമിൽട്ടൺ ബീച്ച് എന്നുള്ളൊരു മെഷീനാണ്. നമ്മുടെ മിക്സി അല്ലെങ്കിൽ യോഗട്ട് മേക്കർ അതുപോലൊക്കെയുള്ള ഒരു മെഷീനാണ്. അതിൻ്റെ വില എത്രയാണ് എന്നൊന്നും എനിക്കറിയില്ല. ആമസോണിൽ കിട്ടും, വെളിയിലൊക്കെ കിട്ടും, നമ്മുടെ ഇന്ത്യയിലും കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. ആദ്യം ഓൾറെഡി ലിക്വിഡ് ഫോമിലുള്ള സാധനങ്ങൾ ഒഴിച്ചു. 3/4 കപ്പ് യോഗട്ട്, 3/4 കപ്പ് വാം മിൽക്ക്, 3 ടേബിൾ സ്പൂൺ നെയ്യ്, ഇത്രയും ഒഴിച്ചത് ആദ്യം അതിനകത്തുണ്ട്. അതിൻ്റെ കൂടെ ഈ വേറെ സെപ്പറേറ്റ് ഒരു പാത്രത്തിലേക്ക് ഒരു 3 കപ്പ് മൈദമാവ് എടുത്ത് അതിലേക്ക് 1/4 ടീസ്പൂൺ 1/4 ടീസ്പൂൺ 1/4 ടീസ്പൂൺ ഈസ്റ്റ്, 3 ടേബിൾ സ്പൂൺ ഷുഗർ, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും മിക്സ് ചെയ്ത് വെച്ചിട്ട് അത് കുറേശ്ശെയായിട്ട് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ.
ഒന്ന് കൊട്ടി കൊടുക്കുക, ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്ലഗ് കുത്തി ആ മെഷീൻ ഓണാക്കുക. ഷുഗർ ഒടുവിലിട്ടാലും മതി. സെപ്പറേറ്റ് വേണമെങ്കിലായിട്ടും ഇടാം. മൈദമാവ് ഇട്ടതിന് ശേഷം ഷുഗർ ഇടാം. ഷുഗർ ഇട്ടിട്ട് ഉപ്പും ഈസ്റ്റും പുറകെ ഇട്ടാലും മതി, അതിൻ്റെ പുറത്തോട്ട് ഇട്ടാലും മതി. അല്ല എങ്കിൽ പൊടിക്കകത്ത് മിക്സ് ചെയ്തിട്ടാലും മതി. ഇത് ഉപ്പ് 1.25 ടീസ്പൂൺ. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ഈസ്റ്റ്. ഇങ്ങനെ കുപ്പിയിൽ വാങ്ങിക്കാൻ കിട്ടും ഇവിടെയൊക്കെ. അതും 1.25 ടീസ്പൂൺ ഇടുക. ഇത് നമുക്ക് കൂടുതൽ ഷുഗർ ഇടുകയാണെങ്കിൽ സ്വീറ്റ് ബ്രെഡായിട്ട് എടുക്കാം. അതല്ല, നമുക്ക് മധുരം വേണ്ട എന്നുണ്ടെങ്കിൽ നോർമൽ ബ്രെഡ്, കറി കൂട്ടിയൊക്കെ കഴിക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് കറിയൊക്കെ കൂട്ടി കഴിക്കാവുന്ന ബ്രെഡാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് മധുരം ചെറുതായിട്ട് ചേർത്താൽ മതി. അതൊരു ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് മാത്രം ചേർക്കുന്ന ഒന്നേ ഉള്ളൂ, ഒരല്പം ചേർക്കുന്നത്. കഴിക്കുമ്പോൾ ബ്രെഡിന് മധുരമില്ല. ഇത് ഈ മെഷീനിലേക്ക് ഇറക്കി വയ്ക്കുക. ആ പാത്രത്തോട് ഇറക്കി വെച്ചതിന് ശേഷം അടയ്ക്കുക, പ്ലഗ് കുത്തുക, സ്വിച്ച് ഓൺ ചെയ്യുക. ഹാമിൽട്ടൺ ബീച്ചസ് എന്നാണ് ആ മെഷീൻ്റെ പേര്. പിന്നെ അതിൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്കുണ്ടാക്കേണ്ടത്? പ്ലെയിൻ ബ്രെഡാണോ? പ്ലെയിൻ ബ്രെഡെങ്കിൽ പ്ലെയിൻ, ലൈറ്റ് ബ്രെഡാണെങ്കിൽ ലൈറ്റ് എന്ന് കൊടുത്തേച്ചാൽ മതി. നമ്മൾ സോഫ്റ്റായിട്ടുള്ളതാണ് ഉണ്ടാക്കുന്നത്, ഒത്തിരി ഹാർഡായിട്ടല്ല എടുക്കുന്നത്. റസ്ക് ടൈപ്പ് വേണേലും ഉണ്ടാക്കാം, പക്ഷേ ഇതിനകത്ത് അങ്ങനെ വേണ്ട നമുക്കപ്പം ലൈറ്റ്. അപ്പോൾ കളറാണേലും ലൈറ്റ് ബ്രൗണ്. സോഫ്റ്റ് ബ്രെഡ് നമ്മളത് പ്രസ് ചെയ്തു. ഇനി ഏകദേശം ഒരു 3 മണിക്കൂർ നേരത്തേക്ക് ഇതിങ്ങനെ വെച്ചാൽ മതി. വെച്ച് കഴിയുമ്പോഴത്തേക്കിന് ഈ ഡോ മിക്സ് ആയിക്കോളും, ബേക്ക് ആയിക്കോളും. ഇതിനിടയ്ക്ക് തുറന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ല. 3 മണിക്കൂർ സെറ്റ് ചെയ്ത് വെക്കുക. അതേ ടൈമർ സെറ്റ് ചെയ്ത് വെക്കുക. 3 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ അത് അലാം അടിച്ച് ഓഫാകും. അപ്പം നമ്മളത് തുറന്നാൽ മതി. തുറന്നിട്ട് ബ്രെഡ് എടുത്ത് വെളിയിൽ വെച്ചാൽ മതി. സിമ്പിളാണ്. ബ്രെഡ് കടയിൽ നിന്ന് പോയി വാങ്ങിക്കേണ്ട ആവശ്യമില്ല. എന്നും നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാം. ആഴ്ചയിൽ ഒരിക്കൽ വീതം. സൺഡേ പള്ളിയിൽ പോകുമ്പോഴൊക്കെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ലെങ്കിൽ ഇങ്ങനെ തലേദിവസം ഒരു ബ്രെഡ് ഉണ്ടാക്കി വെച്ചിരുന്നാൽ മതി. സന്ധ്യാസമയത്ത് ഇതിൽ മിക്സ് ചെയ്ത് വെക്കുക. രാത്രി കിടക്കുന്നതിന് മുമ്പ് ബ്രെഡ് എടുത്ത് വെളിയിൽ വെക്കുക. അതിനുശേഷം നമ്മളത് സ്ലൈസ് ചെയ്യുക. കത്തി ഒന്ന് ചൂടാക്കി വെച്ച് സ്ലൈസ് ചെയ്ത് നല്ല കറക്റ്റായിട്ട് അത് മുറിച്ച് കിട്ടും. അങ്ങനെ നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ബ്രെഡ് നമുക്ക് കിട്ടും. ഈസിയാണ്. കടയിൽ നിന്ന് വാങ്ങിക്കണ്ട, പൂത്താന്നോന്ന് സംശയിക്കണ്ട, എത്ര ദിവസം പഴക്കമുള്ള ബ്രെഡാണെന്നോ നമുക്ക് സംശയിക്കണ്ട. ഈസിയല്ലേ? മൈദമാവും പിന്നെന്താ ചേർത്ത്? യോഗട്ട്, പാല്, നെയ്യ്. അതിൻ്റെ അളവ് ഞാൻ പറഞ്ഞ പ്രകാരം ചേർത്താൽ മതി. പിന്നെ ഉപ്പ്, ഈസ്റ്റ്, പഞ്ചസാര. ഇത്രയും മാത്രം സാധനങ്ങളേ ഉള്ളൂ. ഇതാണ് മെഷീൻ്റെ ഫങ്ഷൻ. ഇത് സൂം ചെയ്താൽ നമുക്കറിയാം. ഹാമിൽട്ടൺ ബീച്ചസ് എന്നതിൻ്റെ പേര് ഇതിനകത്ത് മെത്തേഡ് എഴുതിയിട്ടുണ്ട്. പിറ്റേ ദിവസം നമ്മൾ രാത്രി തന്നെ എടുത്ത് വെളിയിൽ വെക്കാം. ഇതാണ് ഞങ്ങളുണ്ടാക്കിയ ബ്രെഡ്. ഞങ്ങൾ നേരത്തെ മഫിൻസ് ഉണ്ടാക്കിയായിരുന്നു. മഫിൻസ് ഇതിലല്ല ഉണ്ടാക്കുന്നത്. ഹാപ്പി, സന്തോഷം.